പ്രിയ സുഹൃത്തുക്കളെ, പ്രകമ്പനം കൊണ്ട് നിൽക്കുകയാണ് കേരളം. പെണ്ണ് കേസാണ്. പെണ്ണ് കേരളത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ശരിയല്ലേ? ആർക്കാ വീക്ക്നെസ് കൂടുതൽ? രാഷ്ട്രീയ പാർട്ടിക്കാർക്കാ? ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾ ദുർബലരാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഉമ്മൻചാണ്ടിയെ ഏറ്റവും അവസാനമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ കാലപുരിക്ക് അയച്ചത്. അദ്ദേഹത്തെ ഒരു രോഗത്തിലേക്ക് അടിമയായിട്ട് തള്ളിവിട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളും രഹസ്യാത്മകമായിട്ട് പടച്ചുണ്ടാക്കുന്ന പെണ്ണ് കേസുകളുടെയും മറവിലാണ്. ഇതിൻ്റെ എല്ലാം തുടക്കം അനേക വർഷങ്ങൾ മുമ്പാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രപരമായ ഒരു പെണ്ണ് കേസ്, പെടുത്തൽ കേസ് ഉണ്ടായത് നമ്മുടെ PC തോമസ് സാറില്ലേ, അദ്ദേഹത്തിൻ്റെ അപ്പൻ PT. അപ്പോൾ ചാക്കോയ്ക്കെതിരെയായിരുന്നു. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേട്ടും വായിച്ചു മറിഞ്ഞുമുള്ള ഓർമ്മയിൽ നിൽക്കുന്ന ഒരു രംഗമാണ്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാഹനം കേടാവുകയാണ്. ഉടനെ മറ്റൊരു വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു. ഇദ്ദേഹം മന്ത്രിയാണ്. ഇദ്ദേഹത്തെ ആ വാഹനം ഡ്രൈവർ തടഞ്ഞു നിർത്തി ആ വാഹനത്തിൽ കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നു. ആ വാഹനത്തിൻ്റെ ഡ്രൈവർ സമ്മതിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. അവർ ഒരു അറിയപ്പെടുന്ന സ്ത്രീയുമാണ്. രണ്ടുപേരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു. പിന്നീട് കളമങ്ങ് മാറുന്നു. പീഡന പരമ്പരകളുടെ കേസുകളാണ് ചമച്ചു വിട്ടത്. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പത്രങ്ങൾ. ആളുകൾക്ക് ചോദിക്കാൻ വകുപ്പില്ല, അറിയാൻ വകുപ്പില്ല. അങ്ങനെ PT ചാക്കോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിറങ്ങുകയാണ്. ഇത് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന്, വായിച്ചു കേട്ടിട്ടുള്ള അറിവിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടു, നിരന്തരമായിട്ട് CPMന് പിടിച്ചു നിൽക്കണമെങ്കിൽ പെണ്ണ് കേസ് തന്നെ വേണം. ഭരണമാറ്റത്തിന് ഒരു പെണ്ണിനെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വ്യഭിചരിച്ച കേസ് ഏതെങ്കിലും ഓപ്പോസിഷൻ നേതാക്കന്മാരുടെ പേരിൽ ചാർത്തി രക്ഷപ്പെടണം. 2016 ഇലക്ഷനിൽ, 14 ഇലക്ഷൻ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ വന്ന ഒരു ഇലക്ഷൻ, പെരുമ്പാവൂർ ഒരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു കൊലപാതക കേസ്. അതിനെ വളച്ചൊടിച്ച് അത്യാവശ്യം നല്ല ആളുകളെയൊക്കെ ചീത്തക്കാരാക്കി കേരളത്തിൻ്റെ ഇത്. പക്ഷേ പെരുമ്പാവൂർ മാത്രം അത് ഏശിയില്ല. അവിടെ കുന്നപ്പള്ളി ചുമ്മാ പുഷ്പം പോലെ ജയിച്ചു പോന്നു. ഈ കേസ് വന്നുകൊണ്ടും കൂടി കുന്നപ്പള്ളി ജയിച്ചത്. കേരളം മുഴുവൻ പക്ഷേ തിരിച്ചു കുത്തി. കേരളത്തിൻ്റെ മനസ്സ് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വിഷയം മതി, നീ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കളയും ജനങ്ങൾ. ചിന്തിക്കില്ല. നമ്മൾ പ്രബുദ്ധരാണേ, അത് ഓർക്കണം. നമ്മൾ പ്രബുദ്ധരാണ്. നമ്മൾ
പ്രബുദ്ധരിൽ പ്രബുദ്ധരാണ്. പക്ഷെ നമുക്ക് ചിന്താശക്തിയില്ല, ഓർമ്മശക്തിയില്ല. ഒരു ചോദ്യം നമ്മളോട് തന്നെ നാം ചോദിക്കില്ല. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കളികളുണ്ടോ? ഏയ്, നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പത്രമാധ്യമത്തിൻ്റെ ഒരു ടീമിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയും. മുതലാളി അറിയോ? പരിശോധിച്ച് നോക്കിയാൽ മതി. പുള്ളിക്കെതിരൊരു കേസുണ്ട്. കേസ് വെറുതെ ഒന്നുമല്ല, നമ്മുടെ കാശ് കുറച്ച് കട്ടടിച്ചു മാറ്റി, കുറച്ച് കാശേ അടിച്ചു മാറ്റിന്ന്. എങ്ങനെയാ? വനം കൊള്ളയടിച്ചു, നമ്മുടെ നാട് നശിപ്പിച്ചു, ഭൂമിശാസ്ത്രം തിരിച്ചെഴുതി. ഇത്രയൊക്കെ ചെയ്തിട്ട് ആശാൻ നെഞ്ചും വിരിച്ചിരുന്ന് അവിടെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. ആർക്കെതിരെ? കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം പൊട്ടന്മാരാവണ്ടേ? ഞാൻ പറഞ്ഞത് രാഹുലിനെ കുറിച്ചല്ല കേട്ടോ. രാഹുലിന് മേളിലുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ അവനവിടെ നിൽക്കാൻ പറ്റുമോ? ഇനി അതിലേക്ക് വരാം. ഈ അടുത്തിടയ്ക്ക് ഒരു വലിയ പത്രവാർത്ത വന്നു. അബദ്ധത്തിൽ പുറത്ത് വന്നതാ. കോടതിയിലെങ്ങാണ്ട് കേസും നടക്കുന്നുണ്ട്. ഗോവിന്ദൻ സാറിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട് ഇതും പണം തട്ടൽ കേസാണ്. കേരളത്തിലെ അങ്ങോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക മൊത്തത്തിൽ. ഇനിയിപ്പോൾ ആരൊക്കെയാണ് അടിച്ചു മാറ്റുന്നതെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളങ്ങ് നോക്കിയാൽ മതി. പിന്നെ ഈ ബുദ്ധി മലയാളിക്ക് അല്പം കുറവും വിവേകവും അല്പം കുറവുമാണ്. നമ്മൾ പ്രബുദ്ധരൊന്നുമല്ല. പിന്നെ ഓർമ്മശക്തിയാണെങ്കിൽ ഒട്ടുമില്ല. ഓർമ്മശക്തി ഒട്ടുമില്ല. അപ്പോൾ നമുക്ക് ശരിക്കുള്ള കാര്യത്തിലേക്ക് ഇനി വരാം. എന്താ ഇവിടെ നടക്കണേ? രാഹുൽ മാങ്കൂട്ടം ആരാ? മുഖ്യമന്ത്രിയെ കൈ ചൂണ്ടി നേർക്ക് നേർ നിന്ന് ചോദ്യം ചോദിക്കുന്നവൻ. ആ പയ്യൻ നമ്മുടെ കോവിഡിൻ്റെയൊക്കെ ശേഷമാണ് അവൻ തീപ്പൊരിയായിട്ട് മാറിയത്. 2016 കാലം തൊട്ട് അവൻ ചിത്രത്തിലുണ്ട്, അതിന് മുമ്പുണ്ട്. ഡൽഹിയിലും ഒക്കെ INCUവിൻ്റെ പേരിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ പയ്യനാണ്. പയ്യന്മാരല്ലേ, പ്രേമിക്കില്ലേ? പ്രണയമില്ലാത്തവൻ എന്തൊരു മനുഷ്യനാ? പ്രണയമില്ലാത്തവൻ മനുഷ്യനല്ലടൂ. അവന് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അപ്പം പ്രണയമുള്ളവനാണ് മനുഷ്യൻ, അത് മറക്കണ്ട. പ്രണയിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത് ചിലപ്പോൾ രഹസ്യമായിരിക്കും, പരസ്യമായിരിക്കും, ഹൃദയത്തിലായിരിക്കും, ഇങ്ങനെയുണ്ട്. പക്ഷെ പ്രണയിക്കാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പ്രണയത്തിൽ വീഴാത്തവരും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ചെറുപ്പകാലത്ത്, വിദ്യാഭ്യാസ കാലത്ത്, കോളേജ് കാലത്ത്, മധ്യവയസ്ക കാലത്തൊക്കെ ഈ പ്രണയം നമ്മുടെ മരണം വരെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തലച്ചോറിൽ നിൽക്കും, നിരന്തരമായി നിൽക്കും. ഇതിനെ നമുക്ക് എടുത്തു കളയാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം സ്നേഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ്, അതവിടെ നിലനിൽക്കും. വെറുപ്പ് വരുന്നത് സാത്താനിൽ നിന്നാണ്, അതിനെ നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും നാം ആഗ്രഹിച്ചാൽ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വീണ്ടും വഴിതെറ്റി പോവുക. നിങ്ങളെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്, അതിൻ്റെയൊന്നും ആവശ്യം മലയാളികൾക്കില്ല. ഒരല്പം ജാഗ്രത മതി. നമ്മളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കാരണം നിങ്ങൾ 2014 തൊട്ടുള്ള CPMൻ്റെ ആണെങ്കിൽ കുറച്ച് പുറകോട്ട് ഞാൻ പറയണം. 2014 തൊട്ടെന്ന് പറയാൻ കാരണം കേന്ദ്രത്തിൽ
മോഡി സർക്കാർ വരുന്നത് 2014 നമ്മൾ ഇമോഷണലി ടോർച്ചേർഡാണ്. അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്. ഇമോഷണലി ടോർച്ചേർഡ്. ഈ ടോർച്ചറിങ്ങിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അത് അഫക്റ്റഡായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മളുടെ മൈൻഡും നമ്മളുടെ ഹാൻഡും അതിനനുകൂലമായിട്ട് ചലിക്കുന്നുണ്ട് ഒരു പരിധിവരെ. മോഡി അത് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തു. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് ഇന്ത്യൻസിനെ ആദ്യത്തെ 2014 ഇലക്ഷൻ വളരെ തന്ത്രപൂർവ്വം അവർ ജയിച്ച് കയറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി. അതിൻ്റെ പുറകിൽ അവർക്ക് ഒത്തിരി ബാക്ക് എൻഡ് വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് മോഡിയിലേക്കൊക്കെ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ വരാം. പക്ഷെ നമുക്കുടെ വിഷയം രാഹുൽ മാങ്കൂട്ടാണ്. എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണം എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ആ മനുഷ്യൻ്റെ ആദ്യകാലത്ത് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കെ കരുണാകരൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും അദ്ദേഹം കുറച്ച് വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ അറിയിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപജാപക സംഘം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അതിൽ കുറച്ച് ആളുകളുടെ പേരുകൾ ഞാൻ പറയണില്ല, പിന്നെ അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് കെ കരുണാകരൻ എന്ന വ്യക്തിയെ പണ്ട് മുതൽ തെക്കന്മാർക്ക് കെ കരുണാകരൻ അതിർത്തനാണ്. എൻ്റെ അമ്മ വീട് തെക്കയാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ കുറച്ചറിയാം. അവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവം. കരുണാകരൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആനക്കൊമ്പ് വീട്ടിൽ വെച്ചിട്ടുണ്ട്, മയിലുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, കോടീശ്വരനാണ്, സ്വർണ്ണമാണ് വീട്. ഇതൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ അപ്പൻ അവിടെ കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാവം പിടിച്ച മനുഷ്യനെ ഈ കേരളത്തിന് വേണ്ടി ദിനരാത്രം പണിയെടുത്ത തൊഴിലാളി വർഗത്തിൻ്റെ ആളായിട്ട് കടന്നു വന്ന കെ കരുണാകരനെ ചെറുതായിട്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അറിയാത്ത കരങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് പരിശുദ്ധമാണ്, അതിൽ പക്ഷപാതമില്ല. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാലും അത് ഞാൻ ആളല്ല പറയാൻ. പക്ഷേ അറിയാതെ ചിന്തിച്ചു പോകുന്ന പല ആളുകളും ഉണ്ട് എന്നെക്കൂട്ട്. എന്തുവാകട്ടെ, ഉമ്മൻചാണ്ടിയോട് വളരെ സ്നേഹമാണ്, അല്പമകന്ന ബന്ധുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവികമല്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി നമ്മൾക്ക് കിട്ടും, യാതൊരു സംശയം വേണ്ട. അത് പ്രണയമായാലും മറ്റെന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ അബദ്ധങ്ങളോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കുഞ്ഞു മനസ്സുകളാണ്, വളർന്നു വരുന്ന പരുവമാണ്. താൻ വളരെ ചെറുപ്പത്തിൽ പാർട്ടിയുടെ ശക്തമായ നിലയിലേക്ക് വന്നയാളാണ്. ഇതിനു മുമ്പ് വന്ന ആളുകളൊക്കെ ഉണ്ട്. രമേശ് ചെന്നിത്തലയൊക്കെ 26ാമത്തെ വയസ്സിലെങ്ങാണ്ട് മന്ത്രിയായ ആളാണ്. എ.കെ. ആൻ്റണി 30-32 വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ്. പക്ഷേ ഇപ്പം ചില ആളുകൾക്ക്, ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ പിന്നീടുള്ള തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില കഴിവുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കടന്നു വന്ന കുറച്ച് പിള്ളേരുണ്ട്. മാത്യുവിനെയൊക്കെ കണ്ടെത്തിയായിരുന്നു. രാഹുലിനെയും മാത്യുവിനെയും ഇവരൊക്കെ VT ബൽറാമിനെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക പ്രോഗ്രാമിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ്. കഴിവ് തെളിയിക്കപ്പെട്ടുള്ളതായിരുന്നു. പക്ഷെ ഇവരൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനം വളരെ നീതിപൂർവവും വിശ്വാസ്യയോഗ്യവുമായ നിലയിലാണ്. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ പൊതു സ്വഭാവം
കേരളത്തിൻ്റെ പൊതു സ്വഭാവം സെക്സിനെ ഡയറക്റ്റ്ലി നമ്മൾ എതിർക്കും, അല്ലെങ്കിൽ അതിനെ ഒരു മോറൽ വീക്ക്നെസ്സായിട്ട് നമ്മൾ അതിനെ കാണുകയാണ്. ആക്ച്വലി സെക്സ് ഒരു മോറൽ വീക്ക്നെസ് അല്ല. ഒരു മനുഷ്യനായിട്ട് പിറന്ന ആണിനും സ്ത്രീക്കുമുള്ള ഒരു റിയൽ ലൈഫ്, അതിൻ്റെ യഥാർത്ഥ എന്താ പറയുക, അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. സെക്സ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്, അത് ലൈഫാണ്. മീൻസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്തുന്ന പ്രക്രിയയാണ്. ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ നാളെ ഇവിടെ യൂറോപ്പിലെ മാതിരിയും മറ്റുള്ള സ്ഥലങ്ങളിലെ മാതിരിയും കുഞ്ഞുങ്ങളുണ്ടാവാതെ വയസ്സന്മാരായിട്ട് മാത്രം മാറും ആൾക്കാർ. അപ്പോൾ സെക്സ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതും പെണ്ണ് ആണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതും ഞാൻ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ മറ്റു രീതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ ആണിൻ്റെ പൂർണ്ണഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നു. ഓബിയസ്ലി ആണിന് അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയാൽ അവളോട് അതിയായ പ്രേമവും സ്നേഹവും തോന്നും. കാരണം തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ആ ഓപ്പോസിറ്റ് സൈഡ് എന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നിയാൽ പിന്നെ ഈ മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ മറ്റൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് ആ ബോണ്ട്, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും ദുർബലരും ബലഹീനരായതുകൊണ്ട് ആദാമിൻ്റെ ഇൻ്റർഫിയറൻസിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിശാചിൻ്റെ ഇൻ്റർഫിയറൻസിൽ നമുക്ക് കാണാൻ കഴിയും. ആദാമിനെ അല്ല പിശാച് അപ്രോച്ച് ചെയ്തത്, ഹവ്വേനെയാണ് അപ്രോച്ച് ചെയ്തത്. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ബലഹീനരാണ്. അപ്പോൾ പല സ്ത്രീകളെയും ഈ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില ആളുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ വഴങ്ങിക്കൊടുക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് സ്വന്തം സഖിക്ക് അപമാനമായി വരികയും സഖിയെ അപായപ്പെടുത്തുന്നതും നിത്യപാപത്തിലേക്ക് തള്ളിയിടുന്ന പ്രക്രിയയിലേക്കായി പോയി. അപ്പോൾ ഇങ്ങനെ ബലഹീന സ്വഭാവമുള്ള രൂപത്തിലാണ് ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീയോട് അകമഴിഞ്ഞ സ്നേഹം ആണിന്, അവൻ്റെ സ്വന്തമെന്ന് വിചാരിക്കുന്ന പെണ്ണിനോട്. അപ്പോൾ ഈ നിലയിൽ വളരെ മനോഹരമായ ഒരു ക്രിയേഷനാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിനെയെല്ലാം വേറൊരു സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ്. സെക്സ് ഇമ്മോറൽ ട്രാഫിക്. ഒരിക്കലും ഇമ്മോറൽ ട്രാഫിക് അല്ല സെക്സ്. സെക്സ് ഇല്ലെങ്കിൽ ലൈഫില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സമൂഹം ഇങ്ങനെയൊരു തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുക, അവരെ മറ്റൊരു രേഖയെ ചിത്രീകരിക്കുക. പണ്ടൊക്കെ ഓടിച്ചാടി വീട് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വലിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. 2018 ശേഷം അത് നിർത്തി. കാരണം കോടതിക്ക് തന്നെ പാരയായി മാറി. കേസുകളുടെ എണ്ണം കൂമ്പാരം. മനുഷ്യന് ഭാര്യാഭർത്തൃക്കന്മാർക്ക് പോലും താമസിക്കാൻ പറ്റാത്ത നിലയിലായി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോടതി ആ വിധി ആ കേസ് ഇതങ്ങ് എടുത്ത് കളഞ്ഞു, ആ നിയമം തന്നെ അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിനുശേഷം 18 കഴിഞ്ഞ ആർക്കും സ്വന്തം താല്പര്യപ്രകാരം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങൾ നിയമമായി വന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിയമമൊന്നുമല്ല അവിടെ പറയണേ. നമ്മളുടെ ഒരു ബേസിക് പ്രൊസീജിയർ ഉണ്ടല്ലോ. ഇങ്ങനെയൊരു വിഷയത്തെ മനുഷ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാറുണ്ട്. എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത്? പത്രമാധ്യമങ്ങളോടെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചു തരുവാണ്
താൻ ചെയ്തത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ്, അവൾ തെറ്റാണ്, അവൻ തെറ്റാണ്, അത് പാടില്ല, ഇത് പാടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് സ്വാതന്ത്ര്യമാണ്. ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന കുറച്ച് പാവങ്ങളാണ്. അവരുടെ ഒരു പ്രത്യേക ചിന്താഗതിയും പ്രത്യേക തലത്തിലുള്ള ചില രീതികളുമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം, സ്ത്രീ പുരുഷനാൽ സ്നേഹിക്കപ്പെടണം. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഈ ഒപ്പം നിൽക്കും എന്നൊക്കെയുള്ള ഒരു ഈക്വാലിറ്റി, ഇതൊക്കെയാണ് അവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ചില തോട്ട്സ്. പക്ഷേ അത് എല്ലാ കാര്യത്തിലും പ്രാക്ടിക്കലല്ല. അപ്പോൾ ഈ നമുക്ക് എല്ലാ കാര്യത്തിലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യം നമ്മൾ പ്രാക്ടിക്കലാക്കാൻ നോക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഴമക്കാർ പറഞ്ഞിട്ടുള്ളേ എച്ച് കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ വരും. അപ്പോൾ എച്ച് കെട്ടാൻ ശ്രമിച്ചാൽ അത് മുളച്ചിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ പബ്ലിക്കലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ചില മേഖലകളാണ് പത്രമാധ്യമങ്ങളുടെ ധർമ്മം മറന്ന് വ്യക്തിഗത താല്പര്യങ്ങളിലേക്ക്, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിലേക്ക്, ഒരു സ്ഥാപനത്തിൻ്റെ ഇൻട്രസ്റ്റിലേക്ക്, മറ്റൊരാൾക്ക് വേണ്ടി കൂലിയെടുക്കുമ്പോഴുണ്ടാകുന്ന ഇൻട്രസ്റ്റിലേക്ക് ഇവർ ജോലി ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യാവകാശം നഷ്ടപ്പെടുകയാണ്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഇതാണ് നടക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ഹ്യൂമൻ റൈറ്റ്സ് പാലിക്കപ്പെടാനായിട്ടുള്ള നിയമവ്യവസ്ഥകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ നിയമങ്ങളെ തന്നെ ചൂഷണം ചെയ്ത് വീണ്ടും അതിനെ ഹനിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഞാനൊരു കോൺഗ്രസിൻ്റെ ശക്തനായ പോരാളിയാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുക. പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ എതിർക്കും. ഏത് രീതിയിലുള്ള തെറ്റാ? ഒരുത്തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി കിടന്ന് കളിക്കുന്നത്, ഒരുത്തനെ മോട്ടിക്കുന്നത്, ഒരുത്തനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഒരുത്തൻ്റെ വീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, മറ്റു രീതിയിലുള്ള ആക്രമണം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അത് അവനുള്ളതാണ്. പക്ഷെ അവൻ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കിടക്കുമ്പോൾ അവൻ ദുർബലനാവുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അവനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കോക്കസ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പോലീസിൻ്റെ, പട്ടാളത്തിൻ്റെ, അല്ലെങ്കിൽ പോലീസ് ഒരു എന്താ പറയുക, ഒരു സൈക്കിൾ അവിടെ രൂപപ്പെടുന്നു. അതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവാം, അതിൻ്റെ അകത്ത് ഭരണാധികാരികളുണ്ടാവാം, പോലീസുണ്ടാവാം, ജഡ്ജിമാരുണ്ടാവാം, ഇങ്ങനെ. അപ്പോൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ മറ്റ് പല ആളുകളുടെ സഹായം തേടിക്കൊണ്ട്, സാമ്പത്തികമായ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം, ഇതാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത്. എന്തിനു വേണ്ടിയാണ് നടന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ നിലനിൽക്കുന്ന ചില കേസുകളുണ്ട്. കേരളത്തിൽ ചോദ്യപ്പെടേണ്ടതായിട്ടുള്ള, മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന NIR-ൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ വോട്ട് ചോരിയുടെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിൽ കയറ്റി തളച്ചിരിക്കുകയാണ്. അവനിലേക്ക് നോക്കുക. അവൻ പാപിയാണ്, അവൻ കുറ്റക്കാരനാണ്, അവൻ ചെയ്തതെല്ലാം തെറ്റാണ്. അതിന് സപ്പോർട്ടീവായിട്ട് വരുന്നതാണ് അവൻ്റെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് സർക്കിളിലെ ചില ആളുകളെ സ്വാധീനിച്ച്, ചില ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അവരിലെ ചാറ്റുകളും മറ്റും തെറ്റായി പ്രചരിപ്പിച്ച് അവനെ പൂട്ടാൻ ശ്രമിക്കുന്ന ഒരു രീതി. ഇതാണ് അപലപിക്കപ്പെടേണ്ടത്, കേരളത്തിന് അഭികാമ്യമല്ലാത്തത്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ചിന്ത, നമ്മളുടെ ബുദ്ധി നാം പരിശോധിക്കണം. ഒരു നിമിഷം നാം ചിന്തിക്കണം. മലയാളി പ്രബുദ്ധനല്ല, മലയാളിക്ക് ബുദ്ധി അല്പം കുറവാണ്, മലയാളിക്ക് ഓർമ്മശക്തി കുറവാണ്. ഇത് നാം പരിശോധിക്കണം. ആണോ ബുദ്ധി കുറവാണോ? നമ്മളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ? പറ്റിക്കപ്പെടുന്നുണ്ടോ?
ഈ സമൂഹത്തിന് നാം നൽകേണ്ട നന്മ തിരസ്കരിക്കപ്പെടേണ്ടതുണ്ടോ? കുറച്ചു കാലം മുമ്പ് വേടൻ, ചെറുക്കൻ സൂപ്പറാണ്, ചോരയും മാംസവും ഉള്ളവനാണ്, മാങ്കൂട്ടത്തിലെ പോലെ തന്നെ, എന്നെ പോലെ തന്നെ, മറ്റു പലരെ പോലെ. ചിലർക്ക് ചോരയും മാംസമൊന്നും ഇല്ല, അടിമ പണി ചെയ്യുന്നവരാ, അവർ അടിമ വേലയ്ക്ക് അടിമപ്പെട്ടവരാ. അപ്പോൾ ആ പയ്യൻ നാട് നീളം നടന്ന് പാടി. അവൻ്റെ അമ്മയെക്കുറിച്ചാണ് കൂടുതൽ പാടിയത്. അവൻ്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാട്, അവൻ വളർത്തപ്പെട്ട രീതി, തെരുവിലാക്കപ്പെട്ട രീതി. ഞാനും 9 വയസ്സിൽ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് അത്ഭുതം വിചാരിച്ചു, ചുമ്മാ തമാശ പറഞ്ഞല്ല. ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുമായിരുന്നു. 10 വയസ്സിലും 13 വയസ്സിലും ഒക്കെ പോകുമായിരുന്നു. അപ്പോൾ ആദ്യം ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല, പോയി വൈകുന്നേരങ്ങളിൽ പോയി നിൽക്കുമായിരുന്നു അവിടെ ഡ്രൈവർമാരുടെ കൂടെ. രാത്രി കാലങ്ങളിൽ പിന്നീട് ഒറ്റയ്ക്കായി സഞ്ചാരം. അധ്വാനത്തിനൊരു മഹത്വമുണ്ട്. അത് അധ്വാനിച്ചവനെ അറിയാമുള്ളൂ. അധ്വാനിച്ച് കിട്ടുന്ന പണത്തിനൊരു സുഖമുണ്ട്. അത് കയ്യിലേക്ക് കിട്ടുമ്പോഴല്ലോ, അതിനൊരു വിലയുണ്ട്. വെറുതെ കിട്ടുന്ന പണത്തിന് അതില്ല. ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് വെറുതെ കിട്ടാനാണ്. കേരളത്തിലെ ആളുകളെ അധ്വാനിക്കാതെ നാം പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ കിട്ടണം നമുക്ക്. ഒരു ഗുണവുമില്ല മാഷേ, ഒരു ഗുണവുമില്ല. അതപ്പുറത്തെ കടങ്ങൾ പോകുള്ളൂ. പക്ഷെ അധ്വാനിച്ച് കിട്ടുമ്പോഴല്ലോ ആ വിയർപ്പിൽ നിന്ന് കിട്ടുന്നൊരു സുഖം, അത് 5 രൂപയായാലും 5 ലക്ഷം ആയാലും 5 കോടി ആയാലും ആ ഫീലൊന്നാ. അനുഭവിച്ചിട്ടുണ്ട്, എല്ല് മുറുകെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളക്കാർ പണിയെടുക്കാൻ തയ്യാറല്ല. എൻ്റെ പല സഹോദരിമാരും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഐ റിയലി സർപ്രൈസ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അനേക സഹോദരിമാരുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. അവരൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഒരു പ്രൊപ്പഗേണ്ടയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നത് പോലെ തോന്നി. ഒരുപക്ഷെ നേതൃത്വം പറഞ്ഞിട്ടാവാം, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, അവനെ പുറത്താക്കണം, അവനതാകനെയാണ്, ഞങ്ങൾക്ക് ആ രീതിയിൽ ചിലപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ്സ് വേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ PD സതീശനോടൊന്ന് ചോദിക്കുക, നമ്മുടെ പശ്ചാത്തലങ്ങളും ഒക്കെ മനസ്സിലാക്കണ്ടേ? ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് അവൻ ഈ ചാനൽ മുഴുവൻ കയറി ഇറങ്ങി കോൺഗ്രസ്സിന് വേണ്ടി ഒറ്റയ്ക്ക് പടമുരുതുകയായിരുന്നു. ഒരു ശബ്ദമുണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ. അതിനുശേഷമാണ് കോൺഗ്രസ്സിനൊരു ശബ്ദമുണ്ടായത്. എല്ലാം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചകളിൽ വന്നതിന് ശേഷമാണ്. ഇന്ന് പാലക്കാട്ടെ അമ്മമാരുടെ വീഡിയോ കണ്ടു, അമ്മമാരുടെ വോയിസ് കണ്ടു. അവർ പറയുകയാണ്, ഞങ്ങളുടെ കൊച്ചിനെ വിട്ടുതരില്ല, അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നവരെ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലൂന്നാണ് പറഞ്ഞങ്ങനെ. ഈ സ്നേഹമെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെയാണ്. പക്ഷേ ഈ പൈശാചികത കൊണ്ടു കിടക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാനൊരു നേതാവിനെ കുറ്റം പറയാനൊന്നുമില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കും. അവരൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്, തള്ളിക്കളയുന്നവരാണ്. അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തള്ളിക്കളയുന്നവരല്ല, നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ബൈബിളിൽ നല്ല ശമരിയക്കാരൻ്റെ ആ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അവിടെ
സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ ശമരിയക്കാരൻ അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആ ഭാഗം നമുക്കറിയാം. ഒരു മനുഷ്യൻ വേദനയെടുത്ത് പ്രാണൻ വിടാനായിട്ട് കിടന്നപ്പോൾ അനേകാളുകളുടെ ആക്രമണത്താൽ അവൻ വേദനിച്ച് കിടക്കുമ്പോൾ അതിലൂടെ കടന്നുപോയവരൊക്കെ അവന് പരിചയക്കാരായിരുന്നു, പരിചയമുള്ള മുഖങ്ങളായിരുന്നു. തിരിഞ്ഞു നോക്കിയില്ല, സഹായിച്ചില്ല, ചിലർ പരിഹസിച്ച് കടന്നുപോയി. നാം ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു യഹൂദൻ അവിടെ കടന്നു വന്നു. അവനെ രക്ഷിച്ച് ആ വഴിയമ്പലത്തിലാക്കിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് തള്ളിക്കളയുന്നവരാവാൻ പാടില്ല. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനും അവൻ്റെ മുറിവുണക്കാനും അവന് ആശ്വാസവും സ്വാന്തനവും കൊടുക്കാനും, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനി ആവർത്തിക്കാതിരിക്കാനും ഉപദേശം കൊടുത്തു പോകുന്നവനാണ് കോൺഗ്രസ്. അങ്ങനെ ആയിരിക്കണം കോൺഗ്രസ്. അല്ലാണ്ട് തള്ളിക്കളയലല്ല കോൺഗ്രസിൻ്റെ ആശയം. കോൺഗ്രസിൻ്റെ ആശയം തള്ളിക്കളയലല്ല, നാടിനെ ചേർത്ത് പിടിക്കലാണ്. അത് തെറ്റ് ചെയ്തവനാണെങ്കിലും തെറ്റ് ചെയ്യാത്തവനാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ച് പരിലാളിച്ച് അവനെ സംരക്ഷിച്ച് ഞാനും നീയും ഒന്നാണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നവനാണ്. സുഹൃത്തുക്കളെ, ധാരാളം സമയം നിങ്ങൾ എന്നെ കേൾക്കാൻ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഞാൻ ഇടും. പക്ഷേ ഇത് അനേകം നാളുകൾ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ വിഷമിച്ച് തോന്നിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മാങ്കൂട്ടത്തിനൊന്ന് വിളിക്കാൻ ശ്രമിച്ചു, ഫോൺ എടുത്തിട്ടില്ല. മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. ഒരു പരിധി വരെ ആ മനുഷ്യന് താങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യരങ്ങനെയാണല്ലോ, ബലഹീനരാണ്. അനേക ആരോപണങ്ങൾ ഒരേ സമയത്ത് കേൾക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അവൻ കോഴിയാണ് അല്ലേ, കോഴി. പല ആൾക്കാരും പറഞ്ഞു കോഴിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ കോഴിയുടെ സ്വഭാവമില്ലാത്ത ആരെങ്കിലും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയണം. കാരണം അവരെ ഒന്ന് സയൻറ്റിഫിക്കായിട്ട് പരിശോധിക്കണം. ഇത് കോഴിയുടെ സ്വഭാവമല്ലടോ, ഇത് ആണും പെണ്ണുമായിട്ടുള്ള ബന്ധമാണ്. അവരുടെ തമ്മിലുള്ള ആഗ്രഹങ്ങളാണ്, അവർ തമ്മിലുള്ള ആകർഷണമാണ്. കാരണം ഇത് വികർഷിച്ച് കഴിഞ്ഞാൽ പോയി, ലോകമില്ല. പിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മളെ സെല്ലുകളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് മനസ്സറിയണം, പെണ്ണിനെ കാണുമ്പോൾ സ്നേഹം തോന്നണം, പുരുഷനോട് ആഗ്രഹം തോന്നണം, വാഞ്ച തോന്നണം. പക്ഷേ നമ്മൾ നിൽക്കേണ്ട സ്ഥാനം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളവരെ ബഹുമാനിക്കാൻ പഠിച്ചാൽ മറ്റ് പ്രശ്നങ്ങളില്ല. സ്നേഹിക്കുമ്പോൾ ബഹുമാനിക്കാനും കൂടി പഠിക്കുക. നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ഒരു ശരീരത്തിൻ്റെ ഒരു ടച്ചിങ് പോലുമില്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും ആളുകളെ. അപ്പോൾ അത് നമ്മൾ പരിശീലിക്കണം. നമ്മുടെ സ്നേഹം ശാരീരിക ബന്ധം മാത്രമായിരിക്കരുത്. മാനസികമായിട്ടുള്ള അടുപ്പങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളുണ്ട്. അപ്പോൾ അനേകം നിലകളിൽ നമുക്ക് ആളുകളുമായിട്ട് ബന്ധപ്പെടാം. എല്ലാം നമ്മൾ അനാശാസ്യം എന്നുള്ള ആ ഒരു ചിന്താഗതി കോടതി എടുത്തു കളഞ്ഞു. ഇത് പണ്ടേ അതാണല്ലോ ലിവിങ് ടുഗദറിനൊന്നും കുഴപ്പമില്ലാതെ ഇരിക്കുന്നത്. പരസ്പരം സഹകരിച്ച് നമ്മുടെ നല്ല MG ശ്രീകുമാരൊക്കെ ലിവിങ് ടുഗദർ അല്ലായിരുന്നു? എത്രയോ വർഷങ്ങൾ വിവാഹം ചെയ്ത് എനിക്ക് വന്നത് അവർ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെയൊക്കെ നമ്മൾ അടിച്ചോടിക്കുകയാണ് ചെയ്തത്.
അവരെ നമ്മൾ ഇറക്കി വിടുകയാണ് ചെയ്തത്, എവിടെ നിന്നെങ്കിലും അവരെ നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തത്? അല്ല, അവരോട് കാണിക്കുന്ന മര്യാദ കാണിച്ചുകൂടെ? അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ചില മര്യാദകൾ കിട്ടുന്നുള്ളൂ, ചിലർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതാണ് മലയാളിയുടെ ഒരു പ്രശ്നം. പ്രബുദ്ധ മലയാളി എന്ന് ഞാൻ പണ്ടൊക്കെ അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു. പക്ഷേ ഒരു പ്രബുദ്ധതയും ഇല്ല കേട്ടോ. കാരണം ഈ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഭവമല്ല. അത് കേവലം മാനസിക വളർച്ച മാത്രമല്ല, അതൊരു ബുദ്ധിപരമായ ഒരു വൈഭവം കൂടിയാണ്. ആ ഒരു തലമെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷനാണ്. അത് ആക്ച്വലി അത് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മളെ ഉയർത്തി നിർത്തുന്ന എല്ലാ ആളുകളെയും ആ നിലയിൽ നിറം വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ, രാജ്യങ്ങളുടെ വ്യത്യാസമില്ലാതെ, അവൻ്റെ ശരീരത്തിൽ വരുന്ന മണത്തിൻ്റെ വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ട് കേട്ടോ ഇന്ത്യയിൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, ചേർത്ത് പിടിക്കുന്നൊരു മനുഷ്യൻ. 4000 കിലോമീറ്റർ നടന്നു കയറിയ മനുഷ്യൻ, വീണ്ടും 1300 കിലോമീറ്റർ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അവരുടെ പിൻഗാമികളാണ് ഇന്ന് സീറ്റിന് വേണ്ടിയിട്ട് എന്ത് കിട്ടാനാടാവേ, മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു നല്ല മനുഷ്യനാന്നുള്ള പേര് ഇവിടുന്ന് 50 or 100 വർഷം കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, പക്ഷെ ഓർക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ക്രിസ്ത്യാനികളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് വിശ്വസിക്കുന്നവനാണ്, ദൈവമായിട്ട് വിശ്വസിക്കുന്നവനാണ്. അവൻ വീണ്ടും വരുന്നവനാണ്, പാപികൾക്ക് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്നവനാണ് വിശ്വസിക്കുന്നത്. കാരണം ബൈബിൾ നമ്മൾ വായിച്ചാൽ അനേക സത്യങ്ങൾ പുറത്തു വരും. അതിലൊരു ഒരു 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 ഇത് ഭാഗം, ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ലോകത്തിലേക്ക് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന സർവ്വ മനുഷ്യരെയും ദൈവം ആദാമിൻ്റെ ഉള്ളിൽ ആവാഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആദാമിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യുൽപാദനത്തിലും വരുന്ന ആളുകൾ ആദാമിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി, അതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയാണ് മനുഷ്യരെല്ലാം പാപത്തിന് അടിമകളായി മാറിയത്. ആദാമിൻ്റെ ആദ്യ പാപത്തിലൂടെ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പലരും പല രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിന് ദൈവത്തെ അനുസരിക്കാത്തതാണ്, അത്രമാത്രമേ ഉള്ളൂ. അനുസരണക്കേടിൽ നിന്നാണ്. അപ്പോൾ മറ്റൊരു അനുസരണയിലൂടെ നാം പാപപരിഹാരത്തിലേക്ക് വരികയാണ്. അതിനൊരു മനുഷ്യൻ യാഗമായി തീർന്നു, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം പാപികളാണ് എന്നുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുള്ളൂ. പാപത്തിൽ ജനിച്ച പാപസ്വഭാവമുള്ള, ശരീരത്തിൽ പാപസ്വഭാവം നിലനിൽക്കുന്ന ആളുകളാണ്. ശരീരം റിനുവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ റിനുവേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് അതിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അല്പം ഈ സാധനം ഒന്ന് വർക്ക് ചെയ്യിക്കണം മലയാളികൾ. നമ്മളെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യേണ്ടോന്നും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ നമ്മളെ ഇന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ടോ എന്നും നമ്മളൊന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ എൻ്റെ ഈ വാക്കുകൾ സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിന് സ്തുതി. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നിങ്ങൾക്ക് നല്ല നിലയിൽ, നല്ല ചിന്തയിൽ, നല്ല ആളുകളായിട്ട്
സത്യത്തിൻ്റെ കൂടെ, നീതിയുടെ കൂടെ അനീതി പ്രവർത്തിക്കുന്നവനെ ആശ്വസിപ്പിച്ച് അവനെ നേരെയാക്കി കൊണ്ടുവരാനും കഴിയട്ടെ. നമസ്കാരം.